ഇന്ന് എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ഒരു മനുഷ്യനോട് പറഞ്ഞ് എത്രയോ ആൾ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നുണ്ട്, പറയാനൊരു സ്വന്തം എന്നൊരു വീട് പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യൻ തിരിച്ച് എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, നിന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും, ആരെങ്കിലുമൊക്കെ സഹായിക്കും ആ ഒരു കുടുംബത്തിന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രം ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാതെ നിങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കും, അവരും ഷെയർ ചെയ്ത് കൊടുക്കും, അത്രേ സംഭവിക്കൂ. അതേ സ്ഥാനത്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുടുംബത്തിന് ആ ഒരു സഹായമെങ്കിലും കിട്ടും. എൻ്റെ ഉപ്പച്ചി മരിച്ച് കുറേ നാളായിരിക്കുന്നു. എൻ്റെ ഉമ്മ എല്ലാം ഞങ്ങൾക്ക് സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, പൈസ ഇല്ലാത്ത മക്കളാണ്. അവരെല്ലാവരും സഹായിക്കണം. ഒരു ചെറിയൊരു കൊച്ചു വീട് മാത്രം മതി. ഉപ്പച്ചി മറന്നു വിട്ടുപോയി, ക്യാൻസർ ബാധിച്ചു. എല്ലാവരും സഹായിക്കണം. എനിക്കിപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ. എല്ലാവരും പഠിച്ച മനുഷ്യ സഹായിക്കണം. വേറെ ഈ ഒരു യത്തീം മക്കളെ കണ്ണീര് കണ്ടിട്ട് സഹായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, ഈ ഒരു കുട്ടികളെ സങ്കടം കണ്ടിട്ട് സഹായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് കല്ല് തന്നെയാണ്. എത്രയോ പൈസ അനാവശ്യമായിട്ട് കളയുന്ന നമുക്ക് ഒരു 100 റുപ്യൻ്റെ പൈസ ഇടാനുള്ള സാമ്പത്തികമില്ല. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ സക്കാത്ത് കൊടുത്തു തീർക്കേണ്ട എത്രയോ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു കുടുംബത്തിന് സഹായിക്കും, ഈ ഒരു കുടുംബത്തിന് കൊടുക്കും. ഞാൻ ഒരു ചെറിയ തുക ഇട്ടത്, പക്ഷേ ആ ചെറിയത് എന്ന് ഞാൻ പറയുന്നെങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. ഇതിൻ്റെ വാടക കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറയേണ്ടത്. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അറിയാം എന്ത്, മാസം മാസം വാടക റെഡിയാക്കി വെക്കണം. നിങ്ങൾ തിന്നോ കുടിച്ചോ അത് രണ്ടാമത്തെ കാര്യം, പക്ഷേ മാസം വാടക റെഡി ആയിട്ടിരിക്കണം. പക്ഷെ ചില മുതലാളിമാരുണ്ട്, റമദാൻ മാസം വന്നാൽ ആ ഒരു മാസത്തെ വാടക ഒഴിവാക്കും, വേണ്ടാന്ന് പറയും. അങ്ങനത്തെ എത്രയോ മുതലാളിമാരുണ്ട്. വാടക കൊടുക്കാതെ കയറിക്കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ തന്നെയില്ലേ ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാനും മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, ജാതി മതം നോക്കിയിട്ടല്ല സഹായിക്കണം, മനുഷ്യൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സഹായിക്കേണ്ടത്. എല്ലാവരും മനുഷ്യരാണ്, ആദ്യം എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ സഹായിക്കും. ഈ ഒരു സ്കാനർ ഞാൻ കൊടുത്തിട്ടുണ്ട് അടിയിൽ. ആ ഒരു സ്കാനറിൽ ആ ഒരു ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ സഹായിക്കുക. ആ കുട്ടികളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട.